പത്തനംതിട്ട വെണ്ണിക്കുളത്ത് മധ്യപ്രദേശ് സ്വദേശിയായ മിൽ തൊഴിലാളിയുടെ മകളെ കാണാനില്ലെന്ന് പരാതി. 17 വയസ്സുള്ള റോഷ്നി റാവത്തിനെ കാണാനില്ലെന്ന് അച്ഛൻ ഗംഗാറാം റാവത്ത് പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് പെൺകുട്ടിയെ കാണാതായത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരും. ജയശങ്കർ, ഈ മധ്യപ്രദേശിലുകാരനായ മിൽ തൊഴിലാളിയാണ്. അപ്പോൾ കുറെ നാളുകളായി ഇവിടെ വെണ്ണിക്കുളത്ത് താമസിക്കുന്നതാണോ ഈ കുടുംബം? എന്തെങ്കിലും സംശയം ഇവർ പറയുന്നുണ്ടോ? അതായത് പത്തനംതിട്ടയിലെ വെള്ളിക്കുളത്ത് ാണ് ഈ കുടുംബം, മധ്യപ്രദേശിൽ നിന്നുള്ള കുടുംബം താമസിക്കുന്നത്. മിൽ തൊഴിലാളിയാണ് ഈ പെൺകുട്ടിയുടെ പിതാവ്. അങ്ങനെ ഈ ജോലി സംബന്ധമായാണ് ഇവർ മധ്യപ്രദേശിൽ നിന്ന് കേരളത്തിലെത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം മുതലാണ് റോഷ്നി റാവത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് റാം റാവത്ത് പോലീസിൽ പരാതി നൽകിയത്. 17 വയസ്സാണ് ഈ റോഷ്നിക്കുള്ളത്. കഴിഞ്ഞ ദിവസം 10 മണിയോടുകൂടി പെൺകുട്ടിയെ കാണാനില്ല എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. ഈ കാണാതാവുന്ന സമയത്ത് കറുത്ത ചെക്ക് ഷർട്ടാണ് ഈ പെൺകുട്ടി ധരിച്ചതെന്നും എന്തായാലും പിതാവ് പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. കോയിപ്പുറം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുകയാണെങ്കിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് എന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, എന്നാൽ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. എന്തായാലും ഈ നമ്പറിന്റെ അവസാന ലൊക്കേഷൻ ഉൾപ്പെടെ CCTV ഉൾപ്പെടെ എടുത്ത് പോലീസിന്റെ പരിശോധന തുടരുകയാണ്. 17 വയസ്സാണ് ഈ റോഷ്നി റാവത്തിന് പ്രായമുള്ളത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മധ്യപ്രദേശിലെ നാട്ടിലേക്ക് ഉൾപ്പെടെ ഈ പെൺകുട്ടി പോകാനുള്ള സാധ്യത പോലീസ് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലീസ് നിലവിൽ നടത്തി വരികയാണ്. എന്തായാലും പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.